ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10th മെയിൻസിന് വേണ്ടി കഴിഞ്ഞ ദിവസം മുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങിയിരുന്നു. നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാര സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് തിലക് മാർഗ്, ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 5ാം ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 5. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ 124 മുതൽ 147 വരെ 124 മുതൽ 147 വരെ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ്. ഫെഡറൽ കോടതി, നിലവിൽ സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതിയാണ്. നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്താണ്? ഫെഡറൽ കോടതി. 1937 ഫെഡറൽ കോടതിയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി. ഏത് ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോടതി രൂപം കൊണ്ടത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നമ്മൾ അതൊക്കെ പഠിച്ചിരുന്നു അല്ലേ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോടതി രൂപം കൊണ്ടത്. ആ ഫെഡറൽ കോടതിയാണ് 1937 രൂപം കൊണ്ട ഫെഡറൽ കോടതിയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി. ഫെഡറൽ കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. 1937 ഫെഡറൽ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 3, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 3 അംഗങ്ങളായിരുന്നു 1937 ഫെഡറൽ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം. ഫെഡറൽ കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് മൗറിസ് ഗെയർ ആണ് ഫെഡറൽ കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. 1950 മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ബ്രിട്ടീഷ് പ്രിവി കൗൺസിലായിരുന്നു. 1950 മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. ഏത് തരത്തിലുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്? ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. പ്രസിഡന്റിന്റെ അനുമതിയോടെ ചീഫ് ജസ്റ്റിസിന് ആ സ്ഥാനം മാറ്റാനുള്ള അധികാരം ഉണ്ട്. പ്രസിഡന്റിന്റെ അനുമതിയോടെ ചീഫ് ജസ്റ്റിസിന് ആ സ്ഥാനം മാറ്റാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ അതോറിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്. ഒരു നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള പരമാധികാരമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതിയാണ്. നമ്മൾ പറഞ്ഞ 1950 മുൻപ് ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രിവി കൗൺസിലായിരുന്നു ഏറ്റവും വലിയ അപ്പീൽ കോടതി. ഇപ്പോൾ ആരാണ്? ഇപ്പോൾ സുപ്രീം കോടതി. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിശേഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ അതോറിറ്റി, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ, ഒരു നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള പരമാധികാരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം യഥോ ധർമ്മസ്തതോ ജയ. സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ് യഥോ ധർമ്മസ്തതോ ജയ. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-001. 110-001 11 പിന്നെ 30 പിന്നെ 1. അതാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്. സുപ്രീം കോടതിയുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. സുപ്രീം കോടതിയുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പമാരുടേതാണ്? ഒരു അമ്മയും കുഞ്ഞുമാണ്. അമ്മയും കുഞ്ഞും. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. 1950 ജനുവരി 26 റിപ്പബ്ലിക്കായി ഇന്ത്യ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് 28. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. സുപ്രീം കോടതി ജഡ്ജിമാർ, നിലവിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 34 ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരും, അങ്ങനെ 34 പേർ. 1950 സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 8 1950 രൂപം കൊണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1950 സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 8. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 3 പഠിച്ചത് എന്തായിരുന്നു? 1937 ഫെഡറൽ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണമാണ് 3, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. സുപ്രീം കോടതിയിലെ രൂപീകരിച്ച സമയത്ത് എത്രയായിരുന്നു? 8 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. ഇപ്പോൾ 34 ഒരു ചീഫ് ജസ്റ്റിസും
33 ജഡ്ജിമാർ, അങ്ങനെ 34 ഇപ്പോൾ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും കുറയ്ക്കുവാനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ജഡ്ജിമാരുടെ നിയമനം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരുടെ കൂടി ആലോചിച്ച ശേഷം രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. അപ്പോൾ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആരുടെയൊക്കെ ആലോചിക്കും? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരുമായി കൂടി ആലോചിച്ച ശേഷം രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ചീഫ് ജസ്റ്റിസുമായും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും മറ്റ് ജഡ്ജിമാരുമായും കൂടിയാലോചിച്ച ശേഷമാണ് മറ്റ് ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ഇനി കുറച്ച് ഡീറ്റെയിൽസ് കൂടിയുണ്ട്. സുപ്രീം കോടതി കുറച്ച് ദിവസമെടുക്കും. കുറേ ആർട്ടിക്കിൾസും ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, അങ്ങനെ അവരുടെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കത് പഠിച്ചത് ക്ലിയർ ചെയ്യാം.